ഹലോ, ഇന്നൊരു പെട്ടി പൊട്ടിക്കൽ വീഡിയോ ആയാലോ? ഇന്ത്യ ടു ഫിൻലാൻഡിലോട്ട് വന്ന ഒരു പെട്ടിയാണേ. ആദ്യം ഒരു കത്തിയൊക്കെ വെച്ച് ഷോ കാണിച്ചു, പക്ഷെ അത് മുറിഞ്ഞില്ല. പിന്നെ നമ്മളത് കത്തിയും കത്രികയെല്ലാം വെച്ചങ്ങ് മുറിച്ചു. കണ്ടില്ലേ, ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. ഏകദേശം 20 കിലോയോളം ഉണ്ടായിരുന്നു. സർപ്രൈസായിട്ട് അയച്ച സാധനമാണ്. ഞാൻ അറിഞ്ഞിട്ട് കൂടി ഇല്ലായിരുന്നു ഇങ്ങനൊരു സാധനം അയച്ച കാര്യം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. തുറന്നപ്പോൾ തന്നെ ഓരോന്നും എടുത്ത് നോക്കുമായിരുന്നു. പിന്നെ അനിയത്തിയുടെ പാക്കിംഗ് ആയിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതൊന്നും പൊളിക്കാൻ വേണ്ടി. ഒരുപാട് സമയമെടുത്ത് ക്ലിങ് ഡ്രേപ്പും പിന്നെ അതിൻ്റെ പുറത്തുകൂടെ സെല്ലോ ടേപ്പും എല്ലാം കൂടെ വെച്ച് ഒട്ടിച്ച് സൂപ്പറായിട്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഒരു ഷോ കാണിക്കാൻ വേണ്ടി എല്ലായിടത്തും അതിൻ്റെ അകത്ത് കയറ്റി വെച്ചു, എന്നിട്ട് എടുത്തു. പിന്നെ മിക്സർ, സ്കെച്ച് പെന്ന്, ഇത് പപ്പടം, ഓണം സ്പെഷ്യൽ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചി ഉണ്ടാക്കുന്നതാണ്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. കണ്ടില്ലേ, കുറച്ചധികം പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഇത് കാഷ്യൂനട്ട്, ഇത് ഉഴുന്ന് ഇവിടെ ഞങ്ങൾ തപ്പി, പക്ഷേ കിട്ടിയില്ല. അത് കാരണം അമ്മ അയച്ചതാണ്. പിന്നെ ഇത് റവയും ഞങ്ങൾ തപ്പി, അതും കിട്ടിയില്ല. പിന്നെ ഇത് അരിപ്പൊടി. ഇത് ഞങ്ങൾ ഒരു തവണ കണ്ടായിരുന്നു, പക്ഷെ അന്ന് മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഒട്ട് തപ്പിയിട്ട് കിട്ടിയുമില്ല. പിന്നെ ഇത് നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ മഞ്ഞൾ ഉണക്കിപ്പൊടിച്ചത്, മഞ്ഞപ്പൊടി. കണ്ടില്ലേ, നല്ല കളറുണ്ട്, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഗ്രേറ്റർ, പിന്നെ കുറച്ച് ചിക്കൻ മസാല. ഇത് കഴിഞ്ഞ പ്രാവശ്യം അയക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അന്ന് അയക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ അയക്കുമെന്ന് ഞാൻ വിചാരിച്ച പോലും ഇല്ലായിരുന്നു. ഇത് കണ്ടോ, പിന്നെ ഒരു ക്രീം, നെയിൽ കട്ടർ, അയമോദകം ഗുളിക. സത്യത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സർപ്രൈസായിട്ട് അയച്ചതല്ലേ. എല്ലാം പെട്ടി തുറക്കുമ്പോൾ അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. കണ്ടോ, വെർമിസലി, പിന്നെ ഇതേ കുറച്ച് വിത്തുകൾ, പിന്നെ മുളക് പൊടി നല്ല എരിവുള്ളത്. പിന്നെ വേണ്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട സാധനം, കപ്പലിൻ്റെ മിഠായി. ഇത് പാവക്ക ഉണക്കിയത്. ഇതിന് നമുക്ക് വറുത്തങ്ങ് കഴിക്കാം, സൂപ്പറായിരിക്കും. പിന്നെ ഇത് കടുക്, ഏത്തക്ക ചിപ്സ്. നിങ്ങളുടെ അവിടെ എന്താ പറയണമെന്നറിയില്ല, നമ്മുടെ അവിടെ ഏത്തക്ക ചിപ്സ് എന്ന് പറയും. പിന്നെ ഒരു മുറുക്ക്. കൂടുതലും ഇതിൻ്റെ അകത്ത് കഴിക്കാനുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. കണ്ടില്ലേ, കപ്പലണ്ടി, ഗ്രീൻ പീസ്, വേറൊരു മുറുക്ക്. ഞങ്ങൾ കഴിച്ചങ്ങ് മടുക്കുമെന്ന്. ഇത് കണ്ടോ, ഈ സാധനം ഞാൻ കണ്ടതേ ഇല്ലായിരുന്നു. ഇത് അവളാണ് പൊട്ടിച്ചത്, അതുകൊണ്ട് ഞാൻ കണ്ടതേ ഇല്ല. അത് എൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മിക്സർ. പിന്നെ ഷാമ്പു, 1 രൂപയുടെ ഷാമ്പു, അതുകൊണ്ട് കുറച്ച്. പിന്നെ അല്ലാതെയും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഉണ്ട്. ചിക്കൻ മസാലയും ബീഫ് മസാലയും സാമ്പാർ പൊടിയും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ ഇത് സ്പെഷ്യൽ പൽപ്പൊടി, എൻ്റെ സുന്ദരമായ പല്ലുകൾക്ക് വേണ്ടി. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം, ബൂസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കിട്ടിയപ്പോൾ തന്നെ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചു. പണ്ടിത് ഹോസ്റ്റലിലായിരുന്നപ്പോൾ വിശപ്പൊക്കെ വരുമ്പോൾ ഇതായിരുന്നു മേടിച്ച് തിന്നുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് കഴിച്ചപ്പം മുമ്പത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വന്ന സൂപ്പർ. ഇത് ഞാൻ അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. ഉടുപ്പ്, ജീൻസും പാവാട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പാവാട. അത് 3-4 എണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു. ഓരോ പാവാട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉണ്ടല്ലോ, ടോപ്പും ഉണ്ടായിരുന്നു 3-4 എണ്ണം, അതും എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം അമ്മയുടെ അനിയത്തിയുടെയും കൂടെ സെലക്ഷനാണ്. എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ഇതുണ്ട് മുമ്പത്തെ ഒരു ടൈപ്പ് പാവാട പോലെ, സൂപ്പറല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.